എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും കൃത്യമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പർ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ രേഖകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയില്ലെങ്കിൽ നിങ്ങൾ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പലതരം സേവനങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മുടെ മൊബൈൽ വഴി തന്നെ അറിയാൻ കഴിയും. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോമാണ് എടുത്തിരിക്കുന്നത്. UIDAI എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അത് തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വിവിധ ഭാഷകളുള്ള ഒരിത് ഓപ്ഷൻ വരും. ഇവിടെ ഞാനിപ്പോൾ മലയാളം തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അത് നമുക്ക് PVC ആധാറൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആധാർ സേവനങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറേ ഓപ്ഷനുണ്ട്. ആധാർ ഹോൾഡർമാർക്ക് സേവനങ്ങളുടെ ഒരു ശ്രേണി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ പരിശോധിക്കുവാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൊന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെരിഫൈ മൊബൈൽ നമ്പർ, വെരിഫൈ ഇമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിലും ഇതുപോലെ നിങ്ങൾക്ക് ആധാറുമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അത് ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ മൊബൈൽ നമ്പറുമായിട്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്നാണ് നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എൻ്റർ ആധാർ നമ്പർ. നമുക്ക് ആദ്യം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ആധാർ നമ്പരും നമുക്ക് ഏത് മൊബൈൽ നമ്പറുമായിട്ടാണോ ലിങ്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ആ ക്യാപ്ച കോഡൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ സെൻഡ് OTP എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സെൻഡ് OTP എന്ന് കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു പിന്നെ ഇത് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ റെഡ് ഒരു ഇതിൽ വരും. അതായത് ചുമന്ന കളറിൽ ഒരു അറിയിപ്പ് വരും. അതല്ലെങ്കിൽ പച്ച കളറിൽ, ഗ്രീൻ കളറിൽ അത് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും അത് വരുന്നത്. നിങ്ങളപ്പോൾ ഞാനിത് സെൻഡ് OTP എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കണ്ടോ, ഇവിടെ ഏറ്റവും മുകളിൽ ദ മൊബൈൽ നമ്പർ യു ഹാവ് റെഡി ആയിട്ടുണ്ടെന്നും പറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. നിങ്ങളുടെ ലിങ്ക്ഡ് ആയിട്ടില്ലെങ്കിൽ അത് റെഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി അത് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ്. ഓക്കെ.